ഓം ശാന്തി. 17/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ അമരലോകം സ്ഥാപിക്കുന്നതിന് നിമിത്തമാണ്. അവിടെ യാതൊരു ദുഃഖമോ പാപമോ ഉണ്ടായിരിക്കുകയില്ല. അത് വൈസ്ലെസ് വേൾഡ് തന്നെയാണ്, നിർവികാരി ലോകമാണ്. ചോദ്യം: ഗോഡ്ലി ഫാമിലിയുടെ വണ്ടർഫുൾ പ്ലാൻ ഏതാണ്? ഉത്തരം: ഗോഡ്ലി ഫാമിലിയുടെ പ്ലാനാണ് ഫാമിലി പ്ലാനിംഗ് നടത്തുക. ഒരു സത്യധർമ്മം സ്ഥാപിച്ച് അനേകം ധർമ്മങ്ങൾ വിനാശമാക്കുക. മനുഷ്യർ ബർത്ത് കൺട്രോൾ നടത്തുന്നതിനുള്ള പ്ലാൻസ് ഉണ്ടാക്കുന്നു. ബാബ പറയുന്നു, അവരുടെ പ്ലാൻസ് നടക്കുകയില്ല. ഞാൻ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നത്. ബാക്കി എല്ലാ ആത്മാക്കളും മുകളിലെ വീട്ടിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. വളരെ കുറച്ച് ആത്മാക്കൾ തന്നെയാണ് അവശേഷിക്കുന്നത്. ഓം ശാന്തി. ഇത് വീടുമാണ്, യൂണിവേഴ്സിറ്റിയുമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനുമാണ്. കുട്ടികളായ നിങ്ങളുടെ ആത്മാവിനറിയാം, അതാണ് ശിവബാബ. ആത്മാക്കൾ സാലിഗ്രാമാണ്. ആരുടെ ശരീരമാണോ ഇത്, ആ ശരീരം എൻ്റെ ആത്മാവ് എന്ന് പറയില്ല. ആത്മാവാണ് പറയുന്നത് എൻ്റെ ശരീരം. ആത്മാവാണ് അവിനാശി, ശരീരം വിനാശിയാണ്. ഇപ്പോൾ നിങ്ങൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ ബാബ ശിവനാണ്. ആ ഒന്ന് സുപ്രീം ഫാദറാണ്. ആത്മാവിനെ അറിയാം, ആ ഒന്ന് നമ്മുടെ സുപ്രീം ബാബയുമാണ്, സുപ്രീം ടീച്ചറുമാണ്, സുപ്രീം ഗുരുവുമാണ്. ഭക്തി മാർഗത്തിലും വിളിക്കുന്നുണ്ട്, ഓ ഗോഡ് ഫാദർ. മരിക്കുന്ന സമയത്തും പറയുന്നു, ഹേ ഭഗവാനെ, ഹേ ഈശ്വര വിളിക്കുന്നുണ്ടല്ലോ. പക്ഷേ ആരുടെയും ബുദ്ധിയിൽ യഥാർത്ഥ രീതിയിൽ ഇരിക്കുന്നില്ല. എല്ലാ ആത്മാക്കളുടെയും ഫാദർ ഒന്നായി. പിന്നെ പറയുന്നു, ഹേ പതീത പാവന എന്ന്. അപ്പോൾ ഗുരുവുമായി ദുഃഖത്തിൽ നിന്നും നമ്മളെ ലിബറേറ്റ് ചെയ്ത് ശാന്തിധാമിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. അപ്പോൾ പിതാവുമായി, പിന്നെ പതീത പാവനായ സദ്ഗുരുവുമായി. പിന്നെ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു, മനുഷ്യൻ 84 ജന്മങ്ങൾ എങ്ങനെ എടുക്കുന്നു, ആ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും കേൾപ്പിക്കുന്നു. അതിനാൽ സുപ്രീം ടീച്ചറുമായി. അജ്ഞാനകാലത്തിൽ പിതാവ് വേറെ, ടീച്ചർ വേറെ, ഗുരു വേറെയാണ്. ഈ പരിധിയില്ലാത്ത പിതാവും ടീച്ചറും ഗുരുവും ഒന്ന് തന്നെയാണ്. എത്ര വ്യത്യാസമായി! പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സമ്പത്ത് കുട്ടികൾക്ക് നൽകുന്നു. അതും പരിധിയുള്ള സമ്പത്ത് നൽകുന്നു. അതായത് ലൗകിക പിതാവും പരിധിയുള്ള സമ്പത്ത് നൽകുന്നു. പഠനവും പരിധിയുള്ളതാണ്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ആരും അറിയുന്നില്ല. ഇതും ആർക്കും അറിയില്ല. ലക്ഷ്മി നാരായണൻ എങ്ങനെയാണ് രാജ്യം നേടിയത്, എത്ര സമയം ആ രാജ്യം തുടർന്നു, പിന്നെ ത്രേതയിലെ രാമനും സീതയും എത്ര സമയം രാജ്യം ഭരിച്ചു, ഒന്നും അറിയുന്നില്ല. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, പരിധിയില്ലാത്ത ബാബ വന്നിരിക്കുകയാണ് നമ്മളെ പഠിപ്പിക്കാൻ. പിന്നെ ബാബ സദ്ഗതിക്കുള്ള വഴി പറഞ്ഞു തരുന്നു. നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പതീതമാകുന്നു. ഇപ്പോൾ പാവനമാകേണ്ടതുണ്ട്. ഇത് തമോ പ്രധാന ലോകമാണ്. സതോ രജോ തമോയിലേക്ക് ഓരോ വസ്തുവും വരുന്നു. ഈ സൃഷ്ടിക്കും ആയുസ്സുണ്ട്. പുതിയത് പഴയതും, പഴയത് തന്നെ വീണ്ടും പുതിയതുമാകുന്നു. ഇതാണെങ്കിൽ എല്ലാവരും അറിയുന്നുണ്ട്. സത്യയുഗത്തിൽ ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ദേവി ദേവന്മാരുടെ രാജ്യമായിരുന്നു. ഗോഡ് ഗോഡസിൻ്റെ രാജ്യമായിരുന്നു. ശരി, പിന്നെ എന്ത് സംഭവിച്ചു? അവർ പുനർജന്മം എടുത്തു. സതോ പ്രധാനത്തിൽ നിന്നും സതോ
സതുവിൽ നിന്നും രജോ തമോയിലേക്ക് വന്നു. ഇത്ര ജന്മങ്ങളെടുത്തു. ഭാരതത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴാണോ ലക്ഷ്മി നാരായണൻ്റെ രാജ്യമായിരുന്നത്, അവിടെ മനുഷ്യരുടെ ആയുസ് ആവറേജ് 125 മുതൽ 150 വർഷമാണ്. അതിനെ അമരലോകം എന്ന് പറയുന്നു. അകാല മൃത്യു ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഇതാണ് മൃത്യുലോകം. അമരലോകത്തിൽ മനുഷ്യർ അമരനായിരിക്കുന്നു, ദീർഘായുസ്സും ഉണ്ടായിരിക്കുന്നു. സത്യയുഗത്തിൽ പവിത്ര ഗൃഹസ്ഥാശ്രമമായിരുന്നു. വൈസ്ലെസ് വേൾഡ് എന്ന് പറയുന്നു. ഇപ്പോൾ വിഷ്യസ് വേൾഡ് ആണ്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ശിവ് ബാബയുടെ സന്താനമാണ്. സമ്പത്ത് ശിവ് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് ദാദ, അത് ഗ്രാൻഡ് ഫാദർ. സമ്പത്ത് മുത്തച്ഛൻ്റെതാണ് ലഭിക്കുന്നത്. മുത്തച്ഛൻ്റെ പ്രോപ്പർട്ടിയുടെ മേൽ സർവർക്കും അവകാശമുണ്ട്. ബ്രഹ്മാവിനെ പറയുന്നത് പ്രജാപിത എന്നാണ്. ആഡം ഈവ്, ആദം ബീബി, അതാണ് നിരാകാരനായ ഗോഡ് ഫാദർ. ഇത് പ്രജാപിത ബ്രഹ്മാവ് സാകാരി ഫാദറായി. ഇദ്ദേഹത്തിന് തൻ്റേതായ ശരീരമുണ്ട്. ശിവബാബയ്ക്ക് സ്വന്തം ശരീരമില്ല. നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കുന്നത് ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെയാണ്. മുത്തച്ഛൻ്റെ സ്വത്ത് പിതാവിലൂടെ ആയിരിക്കുമല്ലോ ലഭിക്കുക. ശിവബാബയിൽ നിന്നും ബ്രഹ്മാവിലൂടെ നിങ്ങൾ വീണ്ടും മനുഷ്യനിൽ നിന്നും ദേവതയായിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനിൽ നിന്നും ദേവതയാക്കി കാലതാമസം കൂടാതെ തന്നെ. ആരാണ് ഇങ്ങനെ ആക്കിയത്? ഭഗവാൻ. ഗ്രന്ഥത്തിൽ മഹിമ ചെയ്യുന്നുവല്ലോ. മഹിമ ധാരാളമുണ്ട്. ബാബ പറയുന്നു, അൽഫിനെ ഓർമ്മിക്കൂ, എങ്കിൽ ബേ, അതായത് ചക്രവർത്തി പദം നിങ്ങളുടേതാണ്. ഗുരു നാനാക്കം പറയുന്നു, സാഹബിന് ജപിക്കൂ, എങ്കിൽ സുഖം ലഭിക്കും എന്ന്. ആ നിരാകാരനും അകാലമൂർത്തിയുമായ ബാബയുടെ മഹിമ തന്നെയാണ് പാടുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ സുഖം ലഭിക്കും. ഇപ്പോൾ ബാബയെ തന്നെയാണ് ഓർമ്മിക്കുന്നത്. യുദ്ധം പൂർത്തിയാകുമ്പോൾ പിന്നെ ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിൽ ഒരേ ഒരു ധർമ്മം ഉണ്ടാകും. ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഭഗവാൻ ഉവാച പതീത പാവനൻ, ജ്ഞാനത്തിൻ്റെ സാഗരം എന്ന് ഭഗവാനെയാണ് പറയുന്നത്. ആ ഒന്ന് ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്നവനാണ്. നമ്മൾ ബാബയുടെ കുട്ടികളായിരിക്കെ തീർച്ചയായും നമ്മൾ സുഖത്തിലായിരിക്കേണ്ടതാണ്. തീർച്ചയായും ഭാരതവാസികൾ സത്യയുഗത്തിൽ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എല്ലാ ആത്മാക്കളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ പോയി ദേവി ദേവന്മാരാകും. സ്വർഗത്തിൽ പാർട്ട് അഭിനയിക്കുന്നു. ഈ പഴയ ലോകമാണ് ദുഃഖധാമം, പുതിയ ലോകമാണ് സുഖധാമം. വീട് പഴയതായിരിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ എലിയും പാമ്പും മറ്റും വരുന്നു. ഈ ലോകവും ഇങ്ങനെയാണ്. ഈ കൽപ്പത്തിൻ്റെ ആയുസ് 5000 വർഷമാണ്. ഇപ്പോൾ അന്തിമമാണ്. ഗാന്ധിജിയും ആഗ്രഹിച്ചിരുന്നു, പുതിയ ലോകം, പുതിയ ഡൽഹി ഉണ്ടാകണം, രാമരാജ്യം ഉണ്ടാകണം. പക്ഷേ ഇത് ബാബയുടെ തന്നെ കാര്യമാണ്. ദേവതമാരുടെ രാജ്യത്തെയാണ് രാമരാജ്യം എന്ന് പറയുന്നത്. പുതിയ ലോകത്തിലാണെങ്കിൽ തീർച്ചയായും ലക്ഷ്മി നാരായണൻ്റെ രാജ്യമുണ്ടായിരിക്കും. ആദ്യം രാധാകൃഷ്ണൻ 2 പേരും വേറെ വേറെ രാജധാനിയിലേതാണ്. പിന്നെ അവരുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ലക്ഷ്മി നാരായണൻ ആകുന്നു. തീർച്ചയായും ഈ സമയം ഇങ്ങനെയുള്ള കർമ്മം ചെയ്തിട്ടുണ്ടാകും. ബാബ നിങ്ങൾക്ക് കർമ്മം, അകർമ്മം, വികർമ്മത്തിൻ്റെ ഗതിയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. രാവണ രാജ്യത്തിൽ മനുഷ്യൻ എന്ത് കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മം വികർമ്മമാകുന്നു. സത്യയുഗത്തിൽ കർമ്മം അകർമ്മമാകുന്നു. ഗീതയിലുമുണ്ട്. എന്നാൽ നാമം മാറ്റിയിരിക്കുന്നു. ഇതാണ് തെറ്റ്. കൃഷ്ണ ജയന്തി നടക്കുന്നത് സത്യയുഗത്തിലാണ്. ശിവൻ നിരാകാരനായ പരംപിതാവാണ്. കൃഷ്ണനാണെങ്കിൽ സാകാരത്തിലാണ്. ആദ്യം ശിവജയന്തി ഉണ്ടാകുന്നു, പിന്നെ കൃഷ്ണ ജയന്തി ഭാരതത്തിൽ തന്നെയാണ് ആഘോഷിക്കുന്നത്.
ശിവരാത്രി എന്ന് പറയുന്നു. ബാബ വന്ന് ഭാരതത്തിന് സ്വർഗത്തിൻ്റെ രാജ്യം നൽകുന്നു. ശിവജയന്തിക്ക് ശേഷമാണ് കൃഷ്ണ ജയന്തി. അതിനിടയിലാണ് രാഖി ഉണ്ടാകുന്നത്. കാരണം പവിത്രത ആവശ്യമാണ്. പഴയ ലോകത്തിൻ്റെ വിനാശവും ആവശ്യമാണ്. പിന്നെ യുദ്ധം തുടങ്ങുന്നു. അപ്പോൾ എല്ലാം സമാപ്തമാകുന്നു. പിന്നെ നിങ്ങൾ വന്ന് പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കും. നിങ്ങൾ ഈ പഴയ ലോകമായ മൃത്യുലോകത്തിനു വേണ്ടി അല്ല പഠിക്കുന്നത്. നിങ്ങളുടെ പഠനം പുതിയ ലോകമായ അമരലോകത്തിനു വേണ്ടിയാണ്. ഇങ്ങനെയുള്ള ഒരു കോളേജ് ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ ബാബ പറയുന്നു, ഈ മൃത്യുലോകത്തിൻ്റെ അന്തിമമാണ്. അതിനാൽ വേഗം പഠിച്ച് സമർത്ഥരാകണം. ആ ഒന്ന് അച്ഛനുമാണ്, പതീത പാവനുമാണ്, പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഗോഡ് ഫാദർലി യൂണിവേഴ്സിറ്റിയാണ്. ഭഗവാൻ ഉവാച്ചയാണല്ലോ. കൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസാണ്. കൃഷ്ണനും ശിവ് ബാബയിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. ഈ സമയം എല്ലാവരും ഭാവിയിലേക്ക് വേണ്ടി സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എത്ര പഠിക്കുമോ അത്രയും സമ്പത്ത് ലഭിക്കും. പഠിക്കുകയില്ല എങ്കിൽ കുറഞ്ഞ പദവിയായി പോകും. എവിടെയും ഇരുന്നു കൊള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കൂ. മുരളിയാണെങ്കിൽ വിദേശത്തും പോവുക സാധ്യമാണ്. ബാബ ദിവസവും ജാഗ്രതയും നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ, ബാബയെ ഓർമ്മിക്കൂ. ഇതിലൂടെ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. ആത്മാവിലുണ്ടായിരിക്കുന്ന കലർപ്പ് പുറത്തു പോകും. ആത്മാവിന് 100% പ്യുവർ ആകേണ്ടതുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇംപ്യുവറാണ്. ഭക്തി മനുഷ്യർ വളരെയധികം ചെയ്യുന്നു. തീർത്ഥയാത്രയിലും മേളകളിലും ലക്ഷക്കണക്കിന് മനുഷ്യർ പോകുന്നു. ഇത് ജന്മജന്മാന്തരമായി തുടർന്നു വരുന്നു. എത്ര ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടാക്കുന്നു, പ്രയത്നിക്കുന്നു. എന്നിട്ടും പടികൾ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ കയറുന്ന കലയിലൂടെ സുഖധാമത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് ഇറങ്ങേണ്ടതുണ്ട്. വീണ്ടും കല കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതിയ കെട്ടിടത്തിന് 10 വർഷത്തിന് ശേഷം ബാഹ്യമോടി തീർച്ചയായും കുറഞ്ഞു പോകും. നിങ്ങൾ പുതിയ ലോകമാകുന്ന സത്യയുഗത്തിലായിരുന്നു. 1250 വർഷത്തിന് ശേഷം രാമരാജ്യം ആരംഭിച്ചു. ഇപ്പോഴാണെങ്കിൽ തികച്ചും തമോ പ്രധാനമാണ്. എത്ര മനുഷ്യരായി കഴിഞ്ഞു. ലോകം പഴയതായി കഴിഞ്ഞു. അവരാണെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിൻ്റെ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര ആശയക്കുഴപ്പത്തിലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ എഴുതുന്നു, ഇതാണെങ്കിൽ ഗോഡ് ഫാദറിൻ്റെ തന്നെ കാര്യമാണ്. സത്യയുഗത്തിൽ 9-10 ലക്ഷം മനുഷ്യർ പോയി വസിക്കും. ബാക്കി എല്ലാവരും തങ്ങളുടെ വീടാകുന്ന സ്വീറ്റ് ഹോമിലേക്ക് പോകും. ഇത് ഗോഡ്ലി ഫാമിലി പ്ലാനിംഗ് ആണ്. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന, ബാക്കി എല്ലാ ധർമ്മങ്ങളുടെയും വിനാശം. ഇതാണെങ്കിൽ ബാബ തൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ പറയുന്നത് വികാരത്തിലേക്ക് പോകൂ, പക്ഷേ കുട്ടികൾ ഉണ്ടാകരുത് എന്നാണ്. ഇങ്ങനെ പറഞ്ഞ് ഒന്നും സംഭവിക്കുന്നില്ല. ഈ പ്ലാനിംഗ് ആണെങ്കിൽ പരിധിയില്ലാത്ത ബാബയുടെ കയ്യിലുള്ളതാണ്. ബാബ പറയുന്നു, ഞാൻ തന്നെയാണ് ദുഃഖധാമത്തിൽ നിന്നും സുഖധാമമാക്കുവാൻ വന്നിരിക്കുന്നത്. ഓരോ 5000 വർഷത്തിന് ശേഷവും ഞാൻ വരുന്നു. കലിയുഗത്തിൻ്റെ അന്തിമത്തിൻ്റെയും സത്യയുഗത്തിൻ്റെ ആദിയിലും. ഇപ്പോൾ പതീത ലോകത്തിൽ നിന്നും പാവന ലോകം ഉണ്ടാകുന്ന ഇത് സംഗമയുഗമാണ്. പഴയ ലോകത്തിൻ്റെ വിനാശവും പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത് ഒരു ധർമ്മമാണ്. ഈ ലക്ഷ്മി നാരായണൻ വിശ്വത്തിൻ്റെ അധികാരിയും മഹാരാജ മഹാറാണിയുമായിരുന്നു. ഇത് നിങ്ങൾ അറിയുന്നുണ്ട്. ഈ മാല ആരുടേതാണ് തയ്യാറാക്കിയിരിക്കുന്നത്? മുകളിലാണ് പുഷ്പം, ശിവബാബ. പിന്നെ ഉള്ളത് യുഗൾ മണികൾ, ബ്രഹ്മ സരസ്വതി. ആരാണോ വിശ്വത്തെ നരകത്തിൽ നിന്നും സ്വർഗവും പതീതത്തിൽ നിന്നും പാവനവുമാക്കുന്നത്, അവരുടേതാണ് ഈ മാല. ആര് സർവീസ് ചെയ്തു പോകുന്നോ അവരുടെ തന്നെയാണ് ഓർമ്മ നിലനിൽക്കുന്നത്.
അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സത്യയുഗത്തിൽ പവിത്രമായിരുന്നല്ലോ, പ്രവൃത്തി മാർഗം പവിത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പതീതമാണ്. പാടുന്നുമുണ്ട്, പതീത പാവന വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ. സത്യയുഗത്തിൽ ഇങ്ങനെ വിളിക്കുകയില്ല. സുഖത്തിൽ ആരും തന്നെ ബാബയെ സ്മരിക്കുന്നില്ല, ദുഃഖത്തിലാണ് എല്ലാവരും സ്മരിക്കുന്നത്. ബാബ തന്നെയാണ് ലിബറേറ്റർ, ദയാഹൃദയൻ, ബ്ലിസ്ഫുൾ, ആനന്ദ സ്വരൂപം. വന്ന് സർവർക്കും മുക്തിയും ജീവൻ മുക്തിയും നൽകുന്നു. വന്ന് സ്വീറ്റ് ഹോമിലേക്ക് കൊണ്ടുപോകൂ എന്ന് വിളിക്കുന്നതും ആ ഒന്നിനെയാണ്. ഇപ്പോൾ സുഖമുണ്ടായിരിക്കുന്നില്ല. ഇതാണ് പ്രജകളുടെ മേൽ പ്രജയുടെ രാജ്യം. സത്യയുഗത്തിൽ രാജാവും റാണിയും പ്രജയുമുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ എങ്ങനെയാണ് വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്? അവിടെ നിങ്ങളുടെ അടുക്കൽ അളവറ്റ ധനമുണ്ടായിരിക്കും. സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ കൊണ്ടാണ് കെട്ടിടങ്ങൾ തയ്യാറാക്കുന്നത്. മെഷീനിൽ നിന്നും സ്വർണത്തിൻ്റെ ഇഷ്ടികകൾ വന്നുകൊണ്ടിരിക്കും. പിന്നെ അതിൽ വജ്രവൈഡൂര്യങ്ങൾ പതിപ്പിക്കുന്നു. ദ്വാപരയിൽ എത്ര വജ്രങ്ങൾ ഉണ്ടായിരുന്നു, അത് കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇപ്പോഴാണെങ്കിൽ അല്പം സ്വർണം കാണപ്പെടുന്നത് പോലുമില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. പഴയ ലോകത്തിൻ്റെ വിനാശത്തിന് വേണ്ടി ഈ അറ്റോമിക് ബോംബ്സും മറ്റും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാണ് സയൻസ്. ബുദ്ധിയിലൂടെ ഇങ്ങനെയുള്ള വസ്തുക്കൾ ഇറക്കിയിരിക്കുന്നു. അതിലൂടെ തൻ്റെ തന്നെ കുലത്തിൻ്റെ വിനാശം ചെയ്യും. ഇത് അങ്ങനെ വച്ചിരിക്കുന്നതിന് വേണ്ടിയല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കും. ഏതുവരെയും രാജധാനി സ്ഥാപിതമായില്ല, അതുവരെയും യുദ്ധമുണ്ടാവുകയില്ല. തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകും. ഇത്രയും വ്യക്തികൾ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഈ പഴയ ലോകത്തെ മറക്കേണ്ടതുണ്ട്. ബാക്കി സ്വീറ്റ് ഹോമിനെയും സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദത്തെയും ഓർമ്മിക്കണം. പുതിയ വീടുണ്ടാക്കുമ്പോൾ പിന്നെ ബുദ്ധിയിൽ പുതിയ വീട് തന്നെ ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. ഇപ്പോഴും പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബയാണ് സർവരുടെയും സദ്ഗതിദാത. ആത്മാക്കളെല്ലാവരും പോകും. ബാക്കി ശരീരം ഇവിടെ ഇല്ലാതാകും. ആത്മാവ് പവിത്രമാകും ബാബയുടെ ഓർമ്മയിലൂടെ. പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. ദേവതമാർ പവിത്രമാണല്ലോ. അവരുടെ മുന്നിൽ എപ്പോഴെങ്കിലും ബീഡിയോ പുകയിലയോ മറ്റോ വയ്ക്കാറില്ല. അവർ വൈഷ്ണവരാണ്. വിഷ്ണുപുരി എന്നാണ് പറയുന്നത്. അത് വൈസ്ലെസ് വേൾഡ് തന്നെയാണ്. ഇതാണ് വിഷ്യസ് വേൾഡ്. ഇപ്പോൾ വൈസ്ലെസ് വേൾഡിലേക്ക് പോകേണ്ടതുണ്ട്. സമയം ബാക്കി കുറച്ചേ ഉള്ളൂ. ഇത് സ്വയവും മനസ്സിലാക്കുന്നുണ്ട്. അറ്റോമിക് ബോംബിലൂടെ എല്ലാം ഇല്ലാതാകും. യുദ്ധം നടക്കുക തന്നെ വേണം. പറയുന്നു, നമ്മളെ പ്രേരിപ്പിക്കുന്ന ആരോ ഉണ്ട്, അത് നമ്മെ കൊണ്ട് ചെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. തൻ്റെ കുലത്തിൻ്റെ വിനാശം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നറിയുന്നുമുണ്ട്. പക്ഷേ ഉണ്ടാക്കാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ശങ്കറിലൂടെ വിനാശം, ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ജ്ഞാനയജ്ഞത്തിലൂടെ ഈ വിനാശജ്വാല പ്രജ്വലിതമായി. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നതിനായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പഴയ ലോകം സമാപ്തമായി പുതിയ ലോകമുണ്ടാകും. ഈ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹിസ്റ്ററി മസ്റ്റ് റിപ്പീറ്റ്. ആദ്യം ആദി സനാതന ദേവീ ദേവതാ ധർമ്മമായിരുന്നു. പിന്നെ ചന്ദ്രവംശി ക്ഷത്രിയ ധർമ്മം. പിന്നെ അതിനുശേഷം ഇസ്ലാമി, ബൗദ്ധി തുടങ്ങിയവർ വന്നു. വീണ്ടും തീർച്ചയായും ആദ്യത്തെ നമ്പറിലുള്ളത് വരും. മറ്റെല്ലാം വിനാശമാകും. കുട്ടികളായ നിങ്ങളെ ആരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആ നിരാകാരനായ ശിവബാബ. ആ ഒന്ന് ശിക്ഷകനാണ്, സദ്ഗുരുവാണ്. വരുമ്പോൾ തന്നെ പഠനം തുടങ്ങുന്നു. അതിനാൽ എഴുതിയിട്ടുണ്ട്, ശിവജയന്തി സോ ഗീതാ ജയന്തി, ഗീതാ ജയന്തി സോ ശ്രീകൃഷ്ണ ജയന്തി.
ശിവബാബ സത്യയുഗത്തിൻ്റെ സ്ഥാപനം ചെയ്യുന്നു. കൃഷ്ണപുരി എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഏതെങ്കിലും സാധു സന്യാസിയായ മനുഷ്യനല്ല. ഇത് ദുഃഖം ഹരിച്ച് സുഖമുണ്ടാക്കുന്ന പരിധിയില്ലാത്ത പിതാവാണ്. 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നു. വിനാശം ഉണ്ടാവുക തന്നെ വേണം. ഈ സമയത്തെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ചിലരുടേത് പൊടിയിൽ അമർന്നിരുന്നു, ചിലരുടേത് രാജാവ് കൈക്കലാക്കി എന്ന്. മോഷണവും വളരെയധികം ഉണ്ടാകും. തീ പിടിക്കുകയും വേണം. ഈ യജ്ഞത്തിൽ എല്ലാം സ്വാഹയാകും. ഇപ്പോൾ അല്പാൽപമായി തീ പിടിക്കും, പിന്നെ നിൽക്കും. അല്പം താമസമേ ഉള്ളൂ. എല്ലാവരും പരസ്പരം യുദ്ധം ചെയ്യും. മോചിപ്പിക്കുന്നവരായി ആരും ഉണ്ടായിരിക്കുകയില്ല. രക്തത്തിൻ്റെ നദികൾക്ക് ശേഷം പിന്നെ പാലിൻ്റെ നദികൾ ഒഴുകും. ഇതിനെ പറയുന്നത് ആവശ്യമില്ലാത്ത രക്തച്ചൊരിച്ചിലിൻ്റെ കളി എന്നാണ്. കുട്ടികൾ സാക്ഷാത്കാരവും കണ്ടു, പിന്നെ ഈ കണ്ണുകൾ കൊണ്ടും കാണും. വിനാശത്തിന് മുമ്പ് ബാബയെ ഓർമ്മിക്കണം. അപ്പോൾ തമോ പ്രധാനത്തിൽ നിന്നും ആത്മാവ് സതോ പ്രധാനമാകും. ബാബ പുതിയ ലോകം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. രാജധാനി പൂർണ്ണമായും സ്ഥാപിതമാകും, പിന്നെ വിനാശമുണ്ടാകും. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിനായി സ്വയം തന്നെ യോഗ്യമാക്കണം. സമ്പൂർണ്ണ പാവനമാകണം. അശുദ്ധ ആഹാരപാനീയങ്ങൾ ത്യാഗം ചെയ്യണം. വിനാശത്തിന് മുമ്പ് തൻ്റെ സർവ്വതും സഫലമാക്കണം. വേഗം വേഗം പഠിച്ച് സമർത്ഥരാകണം. ഒരു വികർമ്മമോ ഉണ്ടാകരുത്. ഇതിൻ്റെ ശ്രദ്ധ വയ്ക്കണം. വരദാനം: പരാതികളെ ഓർമ്മയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന സ്വതവേയും നിരന്തര യോഗിയുമായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൻ്റെ വിശേഷതയാണ് ഇപ്പോൾ പുരുഷാർത്ഥം, ഇപ്പോൾ തന്നെ പ്രത്യക്ഷഫലം, ഇപ്പോൾ സ്മൃതി സ്വരൂപം, ഇപ്പോൾ പ്രാപ്തിയുടെ അനുഭവം. ഭാവിയിലേത് ഗ്യാരണ്ടി തന്നെയാണ്. എന്നാൽ ഭാവിയേക്കാൾ ശ്രേഷ്ഠ ഭാഗ്യം ഇപ്പോഴത്തേതാണ്. ഈ ഭാഗ്യത്തിൻ്റെ ലഹരിയിൽ ഇരിക്കൂ. അപ്പോൾ സ്വതവേ ഓർമ്മ നിലനിൽക്കും. എവിടെ ഓർമ്മയുണ്ടോ അവിടെ പരാതി ഉണ്ടായിരിക്കില്ല. എന്ത് ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, ഇത് നടക്കുന്നില്ല, അല്പം സഹായിക്കൂ, ഇതാണ് പരാതി. അപ്പോൾ പരാതി ഉപേക്ഷിച്ച് സ്വതവ യോഗിയും നിരന്തര യോഗിയും ആകൂ. സ്ലോഗൻ: ആരാണോ സ്വയം അതിഥിയായി മനസ്സിലാക്കി നടക്കുന്നത് അവർ തന്നെയാണ് മഹാൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നത്. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നമാകൂ. സംഘടനയുടെ ബലം, സ്നേഹത്തിൻ്റെ ബലം, പരസ്പരം സഹയോഗം നൽകുന്നതിൻ്റെ ബലം, സഹനശീലതയുടെ ബലം എന്നിവ ശേഖരിക്കൂ. അപ്പോൾ മായയ്ക്ക് ഒരിക്കലും യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ജയ ജയ ഘോഷത്തിൻ്റെ ശബ്ദം മുഴങ്ങും. എപ്പോഴാണോ ഇത്രയും അനേകം പേർ എല്ലാവരും ഉണ്ടായിരിക്കുമ്പോഴും ഒന്നായി കാണപ്പെടുന്നത്, ഒന്നിൻ്റെ തന്നെ സ്നേഹത്തിൽ മഗ്നമായി ഏകരസസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ പ്രത്യക്ഷതയുടെ അടയാളങ്ങൾ കാണുവാൻ തുടങ്ങും. നിങ്ങളെല്ലാവരുടെയും പ്രതിജ്ഞ തന്നെയാണ് പ്രത്യക്ഷതയെ സമീപം കൊണ്ടുവരുന്നത്. ഓം ശാന്തി.
ബാഹ്യ ലോകത്തിലെ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ പിൻവലിച്ച് എൻ്റെ നിജ സ്വരൂപം ഞാൻ ചിന്തിക്കുന്നു. പുരിക മധ്യത്തിൽ ഒരു പ്രകാശ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്ന ആത്മസ്വരൂപത്തിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ ഏകാഗ്രമാക്കുന്നു. ഞാൻ ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്ഥിതിയിൽ ഞാൻ ശാന്തിയും പവിത്രതയുമാകുന്ന എൻ്റെ സ്വധർമ്മത്തിൽ സ്ഥിരമാകുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുന്നു. ബുദ്ധിബലത്തിലൂടെ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ ലോകത്തിൻ്റെയും സ്മൃതിക്ക് ഉപരിയായി ഞാൻ ശാന്തിധാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ ലോകത്തിൽ ശിവ പരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ സ്മൃതിയുടെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഈ സ്മൃതിയിൽ ഇരിക്കുമ്പോൾ ശാന്തിയുടെയും പവിത്രതയുടെയും സർവശക്തികളുടെയും അളവറ്റ ഖജനാവുകൾ ആത്മാവിൽ നിറയുന്നു. ഈ ഈശ്വരീയ ഖജനാവുകളുടെ സമ്പന്ന അവസ്ഥയിൽ പരമാത്മാവുമായി സംയുക്തമായിരുന്നു എൻ്റെ വരദാനി സ്വരൂപം ഞാൻ എമർജ് ചെയ്യുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും ഈശ്വരീയ ഖജനാവുകൾ മാസ്റ്റർ ജ്ഞാന സൂര്യൻ്റെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് മുഴുവൻ വിശ്വത്തിലേക്കും പ്രസരിപ്പിക്കുന്നു. സൃഷ്ടിയിലെ മനുഷ്യാത്മാക്കൾ ഈശ്വരീയ ശക്തിയാൽ ശാന്തിയുടെ ഖജനാവിനാൽ സമ്പന്നം. സർവ ആത്മാക്കളും പരമാത്മാ ശക്തികളുടെ ഛത്രഛായയിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ.